നമ്മുടെ പുതിയ തലമുറയില് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പൊതുവെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? ശരിയാണ്. നമ്മുടെ ഈ ഒരു സമയം ഈ ഒരു കാലഘട്ടത്തില് ഒരു 10 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഒരു 20 വയസ്സിന് താഴെ വരുന്ന കുഞ്ഞുങ്ങൾ, ആ ഒരു ടീനേജിൽ വരുന്ന മക്കള്, നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ സഹോദരങ്ങളായാലും എല്ലാം മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വളരെ ക്രമാതീതമായിട്ട് കൂടുന്ന ഒരവസ്ഥ. അത് ഭയങ്കര വേദനാജനകമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. പലപ്പോഴും പല കുട്ടികളും ഇപ്പം ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ്. അത് ഒരു ഉത്തേജക മരുന്നായിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നത്, പണ്ടൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അതൊരു മയക്കുമരുന്നായിട്ടാണ് പല കുട്ടികളും ഒരു ലഹരി വസ്തുവായിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഒപ്പിയോയിഡ്സ്, സ്മാക്ക് പോലെയുള്ള ഒപ്പിയോയിഡ്സ്, പിന്നെ കഞ്ചാവ് അല്ലെങ്കിൽ ചരസ്, മാരിജ്വാന, ഹഹിഷ് പോലെയുള്ള കനാബിനോയിഡ്സ്, പിന്നെ കൊക്ക ആൽക്കലോയിഡ്സ് ഒക്കെ അതിന്റെ കൂട്ടത്തിൽ തന്നെ, അതിന്റെ ഒപ്പം തന്നെ പറയേണ്ടത് ആണ് മദ്യവും അതുപോലെ തന്നെ സിഗരറ്റ്, സ്മോക്കിങ്ങും. ഇതെല്ലാം ആണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ഉപയോഗിച്ചു വരുന്ന ലഹരി വസ്തുക്കൾ. നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചതിയിലേക്ക് വളരെ പെട്ടെന്ന് അകപ്പെട്ട് പോകുന്നത്? ഇത് പ്രധാനമായിട്ടും അവരുടെ ആ ഒരു ഏജ് തന്നെയാണ്. ഈ ഒരു ഏജ് എന്ന് പറയുമ്പോഴത്തേക്കിനും അവര് ആ ഒരു കുട്ടി ത്തിൽ നിന്ന് വിട്ടു. പല കുട്ടികൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഫിസിക്കലി മച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ഒരു ഏജ് ആണല്ലോ ഇത്. ഒരു ടീനേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ കൗമാരം എന്ന് പറയുന്ന ആ ഒരു ഏജ്. ആ സമയത്ത് കുട്ടികൾ അവരുടെ ശൈശവത്തിൽ നിന്ന് വിട്ടു എന്നുള്ളത് മനസ്സിലാക്കുകയും, പക്ഷെ അവര് യൗവനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ മനസ്സിലൊരു തോന്നൽ വരികയാണ്, അവര് വലിയ എന്തോ ആൾക്കാരായി എന്നുള്ള ഒരു മിഥ്യാബോധം അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ ഇവർക്ക് ഇനി എന്തും ചെയ്യാം എന്നൊക്കെയുള്ള ഒരു തന്റേടം ഒക്കെ അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ അതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാന കാരണമാകുന്നത്. അപ്പൊ എന്തും ചെയ്യാം എന്നുള്ള ഒരു തോന്നല് അത് വരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ ക്യൂരിയോസിറ്റി, ആ ഒരു എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാനുള്ള ആ ഒരു ആകാംക്ഷ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്താണ് എന്ന് ഉപയോഗിച്ചറിയാൻ അല്ലെങ്കിൽ ഒന്ന് രുചിച്ചറിയാനൊക്കെയുള്ള ആ ഒരു ടെൻഡൻസി കുഞ്ഞുങ്ങൾക്ക് കൂടും. അതുപോലെ തന്നെ അവരുടെ ഹീറോസ്, അവർ ടിവിയിലും അല്ലെങ്കിൽ സ്പോർട്സിലും ഒക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ ഫാൻസ് അല്ലെങ്കിൽ ഹീറോസ് ഒക്കെ കാണും. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ അവരെ വളരെയേറെ ഈ ഒരു കാര്യത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതായത് അവർ ചില സിനിമകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ കാണുമ്പോൾ അവരുടെ ഹീറോസ് ഇത്തരത്തിലുള്ള മദ്യം അല്ലെങ്കിൽ സിഗരറ്റ്, അതും അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും സിനിമ ഒക്കെ കാണുന്ന സമയത്ത് അതിന്റെ കൂടുതൽ ഒരു നോട്ടിഫിക്കേഷൻ വരാറുണ്ട്, മദ്യവും മയക്കുമരുന്നും എല്ലാം ആരോഗ്യത്തിന് ഹാനികരം എന്ന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മക്കള് അല്ലെങ്കിൽ ഈ കുട്ടികൾ അതായിരിക്കില്ല ശ്രദ്ധിക്കുന്നത്. ഇവരുടെ ഹീറോസ് കാണിക്കുന്ന ആ ഒരു മദ്യം രുചിക്കുന്നതും അല്ലെങ്കിൽ കഴിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അത് അവരെ മോൾഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാലോ എന്നുള്ള ഒരു തോന്നൽ വരാനായിട്ട് പലപ്പോഴും സാഹചര്യം ആകാറുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഇവർക്ക് അഡ്വഞ്ചേഴ്സ് ഒക്കെ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യമായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ഇയാൾ ഒരു ധീരനാണ് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണ് എന്നുള്ളതൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ചില കുട്ടികളെ കാണാറുണ്ട്. പിന്നെ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും നമ്മളുടെ ക്ലിനിക്കിലൊക്കെ കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കിനും അവരുടെ കേസൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവര് ചില സമയത്ത് കുഞ്ഞുങ്ങൾ അവരുടെ അഡിക്ഷൻസിനെ പറ്റി, അവർ മദ്യം കഴിക്കാറുണ്ട് അല്ലെങ്കിൽ സിഗരറ്റ് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ട് പോകാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഇതിലേക്കൊക്കെ പോകുന്നതെന്ന് സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകും. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, അവരുടെ വീട്ടില് അവരുടെ പേരന്റ്, ഒന്നെങ്കിൽ അച്ഛനാവാം അല്ലെങ്കിൽ അവരുടെ ഏട്ടന്മാര്, ചേട്ടന്മാര്, ബ്രദേഴ്സ് ഒക്കെ ഈ ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നതായിട്ട് അവർ കാണാറുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ചോദിക്കും, ഇത് ഭയങ്കര മോശം വസ്തുവാണല്ലോ, എന്നിട്ടും എന്തിനാണ് പപ്പ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ചേട്ടൻ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് തിരിച്ചു പറയുന്നത് ഒരു മറുപടി ഉണ്ടത്രേ, എന്റെ മോനെ എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, നാളെ പറ്റി ഓർക്കുമ്പോഴത്തേക്കിനും തന്നെ പേടിയാകുക. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എനിക്കൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഒരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്, സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നതെന്ന് കുഞ്ഞിനോട് ഇവർ കൊടുക്കുന്നു, ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു. അപ്പൊ കുഞ്ഞിന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു തെറ്റായ ധാരണ, കുഞ്ഞിന്റെ ഉപബോധ മനസ്സിൽ കിട്ടുന്ന ഒരു തെറ്റിദ്ധാരണയാണത്. ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ സമാധാനമായിട്ട് ഇരിക്കാനായിട്ടൊക്കെ അത് സഹായകമാകും, കുറച്ചും കൂടെ ആത്മവിശ്വാസം കിട്ടും എന്നുള്ള ഒരു തോന്നലൊക്കെ വരും കുഞ്ഞുങ്ങൾക്ക്.
അപ്പൊ അവരെന്ത് ചെയ്യും? എന്താണ്, അവർക്ക് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ട വരുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പഫ് എടുക്കും, അല്ലെങ്കിൽ ഒരു 5 ml സ്മോള് കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നേരത്തെ പേരന്റ് അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ ഇത് കഴിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു ഉത്തേജനം ലഭിക്കും, ഉന്മേഷം ലഭിക്കും. കാരണം ഇത്തരത്തിലുള്ള വസ്തുക്കൾ, അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. അവിടെ ചെന്ന് ബാധിച്ചിട്ട് വളരെ നേരിയ അളവിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് ഡൊപ്പാമിൻ പോലെയുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യിക്കും. അപ്പോൾ ഇത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് ഒരു ഉണർവ് ലഭിക്കും. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ഒരു ഉണർവ് പിന്നീട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് സെക്കൻഡ് ടൈം ഇതേ അളവിൽ ഒരു ഉണർവ്, ഒരു ഉന്മേഷം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു പഫ് എടുത്തപ്പോൾ കിട്ടിയ അല്ലെങ്കിൽ ഒരു 5 ml കഴിച്ചപ്പോൾ കിട്ടിയ ആ ഒരു അനുഭൂതി കിട്ടണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അത് കുറച്ചുകൂടി കൂടിയ അളവിൽ കഴിക്കേണ്ടി വരും. അതായത് 2 പഫ് അല്ലെങ്കിൽ 10 ml കഴിക്കേണ്ട ആ ഒരു അളവിലേക്ക് വരും. കപ്പാസിറ്റി കൂടുന്നത് എന്നൊക്കെ ഉള്ള ഒരു തമാശയായിട്ടൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ശരീരത്തിന്റെ ആ ഒരു നമ്മുടെ ആ ഒരു ശരീരത്തിന്റെ ശാരീരിക ക്ഷമതയെ കുറയ്ക്കുകയാണെന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഉള്ള സിറ്റുവേഷൻസ്, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അവർക്ക് ബാക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ആരുമില്ല, അവരെ അന്വേഷിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, മെന്റൽ സ്ട്രെസ്, പ്രഷർ ഒക്കെ ഇവരെ ഈ ഒരു മയക്കുമരുന്നിലേക്ക് അല്ലെങ്കിൽ ലഹരി വസ്തുക്കളിലേക്ക് എത്തിച്ചു എന്ന് വരാം. ഇതൊക്കെയാണ് ഏറ്റവും പൊതുവായിട്ടുള്ള കാരണങ്ങൾ. നമ്മുടെ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? അത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ ഏറ്റവും അടുത്ത് നിന്ന് നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മാറ്റങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ശാരീരികവും മാനസികവും അല്ലെങ്കിൽ അവരുടെ കായികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുപാട് ചേഞ്ചസ് വന്നു തുടങ്ങും. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ അശ്രദ്ധ, എല്ലാ കാര്യങ്ങൾക്കും ഒരു അശ്രദ്ധ വരുത്തുക, അതല്ലെന്നുണ്ടെങ്കിൽ അകാരണമായിട്ട് ദേഷ്യപ്പെടുക, എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, പിന്നെ സാധനങ്ങൾ നശിപ്പിക്കുക, ഒരു അക്രമാസക്തനായിട്ടുള്ള ഒരു സ്വഭാവം, അങ്ങനെയൊക്കെയുള്ളത് ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരാറുണ്ട്. പലപ്പോഴും പ്രായം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു അഡോളസന്റ് ഏജിൽ വരുന്ന മാറ്റങ്ങളും കൂടിയാണ് ഇത്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു പ്രായത്തിൽ വരുന്നതാണ് എന്ന് കരുതി നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ തള്ളിവിടാറുണ്ട്. പക്ഷെ അത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു മാറ്റം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് അക്കാദമിക്സിലൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും. എബോവ് ആവറേജ് ഒക്കെ ആയിട്ട് അതുവരെ പെർഫോം ചെയ്തിരുന്ന കുട്ടികളായിരിക്കും. പക്ഷെ വളരെ കുറഞ്ഞ കാലയളവുകൾക്കുള്ളിൽ അവരുടെ ആ ഒരു കഴിവൊക്കെ കുറഞ്ഞിട്ട് ബിലോ ആവറേജിൽ അല്ലെങ്കിൽ പല സബ്ജക്ട്സിനും ഫെയിൽ ആകുന്ന രീതിയിൽ മാർക്ക് മേടിക്കുന്നതും ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പം അവരെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ തുടരെയായിട്ട് ഇവരെ പറ്റി പലതരത്തിലുള്ള കുറ്റങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്സ് ഒക്കെ വളരെ നെഗറ്റീവായിട്ട് മാറാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് അന്തർമുഖനായി പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആരോടും മിണ്ടാതെ ആരുമായിട്ട് ഇടപഴകാതെ അവന്റെ ലോകത്ത് അല്ലെങ്കിൽ അവന്റെ റൂമിൽ കഥകടച്ച് കുറ്റിയിട്ടിരിക്കുന്നു. ഇത് നേരെ തിരിച്ച് സംഭവിക്കാം. വളരെ അന്തർമുഖനായിരുന്ന ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ആൾക്കാരോടെല്ലാം കയറി ഇടിച്ച് വർത്താനം പറയുന്നു. അങ്ങനത്തെ ഒരു ചേഞ്ചും ശ്രദ്ധിക്കപ്പെടാറുണ്ട് അല്ലെങ്കിൽ കണ്ടുവരാറുണ്ട്. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങള് ഒരു ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എപ്പോഴും കണ്ടുവരിക, അല്ലെങ്കിൽ അവർ നമ്മളോട് എന്തൊക്കെയോ ഒന്ന് ഒളിക്കുന്നത് പോലെയുള്ള ഒരു ഇത് വരിക. പിന്നെ അവർക്ക് എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നത് പോലെ. അവരുടെ അടുത്തേക്ക് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ട് നടക്കുന്ന ഒരു രീതിയിൽ കാണുന്നു. അതുപോലെ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും കൂടാതെ ഒഴിഞ്ഞു മാറി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് ഇരിക്കുക, അവരുടേതായിട്ടുള്ള ലോകത്ത് എപ്പോഴും വിരാജിക്കുക.
അങ്ങനെയുള്ള മാറ്റങ്ങൾ വരാം. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം അവരുടെ ആ ഒരു സ്ലീപ്പ് പാറ്റേൺ ഭയങ്കരമായ രീതിയിൽ മാറിയിട്ടുണ്ടാകും. പിന്നെ എത്ര കൂടുതൽ സമയം ഉറങ്ങിയാലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണമായിരിക്കും. അതുപോലെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരിക. എത്ര ഭക്ഷണം കഴിച്ചാലും അതിനനുസരിച്ച് വെയിറ്റ് വെക്കുന്നില്ല, വളരെ മെലിഞ്ഞു പോവുക, അല്ലെങ്കിൽ വെയിറ്റ് കണ്ടമാനം കുറഞ്ഞു പോവുക, അതികഠിനമായ വിശപ്പ് വരിക, അല്ലെങ്കിൽ തീരെ ഭക്ഷണം എടുക്കാതിരിക്കുക. പിന്നെ കണ്ണൊക്കെ ചുവന്ന് കലങ്ങി വരിക, പിന്നെ പല്ലിലൊക്കെ കറ, MDMA ഒക്കെ പോലെയുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പല്ലിൽ എപ്പോഴും ഒരു കറയുണ്ടായിരിക്കും, അങ്ങനെ കറ കാണുക. അവരെ ശരിയായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന കമ്പനി എല്ലാം വിട്ടിട്ട് അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് ആർക്കും അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഒരു കമ്പനി തുടങ്ങുക. ക്ലാസ്സിലും കോളേജിലും ഒക്കെ അകാരണമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് ആവുക, പിന്നെ കള്ളത്തരങ്ങൾ പറയുന്നതായിട്ട് തോന്നുക, പിന്നെ പല്ലില് ചെറിയ കറ വരുന്നു, പിന്നെ എന്തൊക്കെയോ മറക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചൂയിങ്കം പോലെയുള്ള അല്ലെങ്കിൽ തുളസി അല്ലെങ്കിൽ പുതിന പോലെയുള്ള സാധനങ്ങൾ എപ്പോഴും വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും ഈ വായിൽ നിന്ന് വരുന്ന പുകയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഗന്ധങ്ങളോ ഒക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വസ്ത്രത്തില് പുകയുടെ മണം അനുഭവപ്പെടുക, പിന്നെ അവരുടെ റൂമിൽ എപ്പോഴും ഒരു പുകയുടെ പോലെയുള്ള ഒരു ദുർഗന്ധം, അല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള സാധനങ്ങൾ, പാക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിച്ചതിന്റെ പോലെയുടെ പൊടികൾ ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ട് സംഭവിച്ചതാണോ ഇതൊക്കെ എന്നുള്ളത് നമുക്ക് സംശയിക്കാവുന്നതാണ്. വിപത്തിനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും? എന്തായാലും പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഈ വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിലുപരിയായിട്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് ആദ്യമായിട്ട് തന്നെ പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ദിവസത്തിൽ ഒരുപാട് സമയം മാറ്റിവെക്കുക, അവരോട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുക. അപ്പൊ തന്നെ കുഞ്ഞിന്റെ മനസ്സിലൊരു തോന്നൽ വരും, തനിക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ തന്റെ പേരൻസ് കൂടെ നിന്നോളും, തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്റെ പേരൻസ് കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം കുഞ്ഞിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ദുശീലങ്ങളിലേക്ക് കുഞ്ഞു പോകുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ കുഞ്ഞിനെ ഏറ്റവും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു പേരന്റ് ആവുക. അതുപോലെ തന്നെ കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവന് വരുന്ന മാനസികവും അല്ലെങ്കിൽ അവൾക്ക് വരുന്ന മാനസികവും ശാരീരികവും ആയിട്ടുള്ള എല്ലാ ചേഞ്ചസിനെ പറ്റിയും പറഞ്ഞു കൊടുക്കുക. അതാത് പ്രായത്തിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പൊ പറഞ്ഞു കൊടുക്കാൻ ഇപ്പം പേരൻസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് മാത്രമായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൗൺസിലേഴ്സിനെ അല്ലെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായം തേടാവുന്നതാണ്. അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ നമുക്ക് കുഞ്ഞിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുഞ്ഞിനെ നമ്മൾ ഒരിക്കലും ഷൗട്ട് ചെയ്യാൻ പാടില്ല. അവനെ അടുത്ത് വിളിച്ചിരുത്തി അതിന്റെ വസ്തുത, ശരിയായിട്ടുള്ള വസ്തുത എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അവനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവനെ പ്രഷർ ചെയ്തിട്ടോ ആവാൻ പാടില്ല അതൊരിക്കലും. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യം ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ മൂലം ഉണ്ടാകുന്ന തെറ്റുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ലൈഫിനെ ബാധിക്കും, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിന്, നമ്മുടെ സമാധാനത്തിനെ ബാധിക്കും, നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിന് നമുക്ക് വിദഗ്ധ ഉപദേശം തേടാവുന്നതാണ്, അല്ലെങ്കിൽ വിദഗ്ധരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞിന്റെ അവസ്ഥ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഹെൽപ്പ്, അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അതുപോലെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് യാതൊരു തരത്തിലുമുള്ള നാണക്കേടോ അല്ലെങ്കിൽ കുറ്റബോധമോ തോന്നേണ്ട കാര്യമില്ല.